ഭിന്നശേഷി സൗഹൃദ കേരളം നവകേരള കാഴ്ചപ്പാട് എന്ന വിഷയത്തിൽ ഭിന്നശേഷി മേഖലയിലെ പ്രമുഖ വ്യക്തികളുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തുന്ന മുഖാമുഖം പരിപാടി ഇന്ന് നടക്കും. രാവിലെ 9:30 മുതൽ ഉച്ചയ്ക്ക് 1:30 വരെ തിരുവനന്തപുരം RDR കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന പരിപാടി മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. സാമൂഹ്യനീതി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന പരിപാടിയിൽ മുഖ്യമന്ത്രിക്ക് പുറമെ മന്ത്രിമാരായ ഡോക്ടർ ആർ ബിന്ദു, വി ശിവൻകുട്ടി, GR അനിൽ എന്നിവരും ജില്ലയിലെ MLA-മാരും പങ്കെടുക്കുന്നുണ്ട്. ഈ വാർത്തയിലേക്ക് തന്നെയാണ് ആദ്യം പോകുന്നത്. ഗുഡ് മോർണിംഗ് കേരളം ഇതിന്റെ സമഗ്ര വിവരങ്ങളാണ് പരിശോധിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്നും നൃപൻ ചക്രവർത്തി മറ്റ് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് നൃപൻ. ഗുഡ് മോർണിംഗ് കാവ്യ. ഈ നവകേരള സദസ്സിന് ലഭിച്ചതിന് സമാനമായുള്ള ഒരു കയ്യടി, ജനസ്വീകാര്യത ഇതൊക്കെ ലഭിച്ചുകൊണ്ടാണ് വിവിധ വിഷയങ്ങളിൽ വിവിധ ജില്ലകളിൽ ഈ മുഖാമുഖം പരിപാടി പുരോഗമിക്കുന്നത്. നേരത്തെയും തിരുവനന്തപുരത്ത് യുവജനങ്ങളുമായുള്ള മുഖാമുഖം നടന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് മറ്റൊരു വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് ഭിന്നശേഷി സൗഹൃദ കേരളം. വളരെ ക്രിയേറ്റീവായിട്ടുള്ള ആശയങ്ങൾ മുഖാമുഖം പരിപാടിയിലൂടെ ഉരുത്തിരിയുന്നുണ്ട് എന്നതാണ് നേരത്തെ മന്ത്രിമാരൊക്കെയും മുഖ്യമന്ത്രി ഉൾപ്പെടെ പങ്കുവെക്കുന്നുണ്ടായിരുന്നത്. ഇന്ന് എങ്ങനെയാണ് പരിപാടികളുടെ ക്രമീകരണമൊക്കെ? കാവ്യ, വലിയ തരത്തിലുള്ള ഒരു നവീന ആശയം. കാവ്യ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നവകേരള സദസ്സ് ലോകത്തിന് തന്നെ, പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തിനും ചെയ്തു തീർക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു നവീനമായ ആശയമായിരുന്നു, മാതൃകയായിരുന്നു. വലിയ തരത്തിലുള്ള ജനപിന്തുണയാണ് ആ നവകേരള സദസ്സിനുണ്ടായിരുന്നത്. ആ സദസ്സിൽ ലഭിച്ച പരാതികളെ സംബന്ധിച്ചിടത്തോളം ഓരോ ജില്ലകളിലും ഏകദേശം 70% പരാതികൾ പരിഹരിക്കപ്പെട്ടു. തലസ്ഥാന ജില്ലയിലാണ് അവസാനിച്ചത്. തലസ്ഥാന ജില്ലയിൽ തന്നെ 70% ഈ പരാതികൾ പൂർത്തിയാക്കി, പരാതികൾ പരിഹരിക്കപ്പെട്ടു എന്ന വാർത്തയടക്കം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കൊടുത്തതാണ്. അടുത്തൊരു നവീന ആശയമാണ് മുഖ്യമന്ത്രി വിവിധ മേഖലകളിലുള്ളവരെ പ്രത്യേകം വെവ്വേറെ കാണുന്നു എന്ന കാര്യം. അതായത് നവകേരള സദസ്സിൽ മുഖ്യമന്ത്രിയുമായി നടത്തിയ പ്രഭാത യോഗത്തിലെ സംവാദങ്ങൾ, ഒപ്പം തന്നെ വിവിധ മേഖലയിലുള്ള ആൾക്കാർ വച്ച ആശയങ്ങളൊക്കെ തന്നെയുണ്ട്. അതിൽ വിവിധ മേഖലകൾ പ്രത്യേകം കാണേണ്ടതുണ്ട് എന്ന് ആ നവകേരള സദസ്സിൻ്റെ കൂടി വിലയിരുത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മന്ത്രിസഭ അത്തരത്തിലൊരു തീരുമാനമെടുത്തത്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി വീണ്ടും നേരിട്ടിറങ്ങി. മുഖ്യമന്ത്രി ഓരോ മേഖലയിലുള്ളവരെയും പ്രത്യേകം കാണുന്നു. ആദ്യം വിദ്യാർത്ഥികളുമായി സംബന്ധിച്ചാണ് ഈ സംവാദ പരിപാടി ആരംഭിച്ചത് തന്നെ. അത് കഴിഞ്ഞ് യുവജനങ്ങളുമായി സംബന്ധിച്ചു. അത് തലസ്ഥാന ജില്ലയിലായിരുന്നു യുവജനങ്ങളുമായിട്ടുള്ള സംവാദം സംഘടിപ്പിച്ചത്. വീണ്ടും ഇപ്പോൾ രണ്ടാമത്തെ തലസ്ഥാനത്തെ പ്രധാനപ്പെട്ട യോഗമാണ് ഇന്ന് ചേരുന്നത്. തിരുവനന്തപുരത്ത് RDR ഹാളിൽ വെച്ചിട്ടാണ് ഈ യോഗം ചേരുക. 1000-ഓളം വരുന്ന ഭിന്നശേഷിക്കാരും, ഒപ്പം തന്നെ ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനയുടെ പ്രവർത്തകർ, ഒപ്പം തന്നെ നേതൃത്വം വഹിക്കുന്ന ആ ഭിന്നശേഷി രംഗത്തുള്ള പ്രധാനപ്പെട്ട ആൾക്കാരൊക്കെ തന്നെ ഈ പരിപാടി പങ്കെടുക്കും. മുഖ്യമന്ത്രി പതിവ് പോലെ തന്നെ ആദ്യം മുഖാമുഖം പരിപാടിയിൽ ആമുഖമായി സംസാരിക്കുകയാണ് ആദ്യം ചെയ്യുക. ഒപ്പം തന്നെ സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രിയായിട്ടുള്ള ആർ ബിന്ദു ഈ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കും.